വാദി റമ്മിലെ രണ്ടാം ദിവസം ഞങ്ങളുടെ യാത്രയും കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. വാദി റം സന്ദർശിക്കുവാൻ ഏറ്റവും നല്ല സമയം അതിരാവിലെയും വൈകുന്നേരവുമാണ്. സൂര്യോദയ സമയത്താണെങ്കിൽ വാദി റമ്മിലെ പാറപ്പടലങ്ങളും മരുഭൂമിയും മണലുമെല്ലാം സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് കാണാൻ കഴിയും. ഈവനിങ്ങിലാവട്ടെ ചുവപ്പും ഓറഞ്ചും നിറമാണ് ഈ മരുഭൂമിക്ക്. അപ്പോൾ ചൂടും കുറവായിരിക്കും. പാറകൾക്കിടയിൽ കൂടിക്കിടക്കുന്ന ഈ സാൻഡ് ഡ്യൂണിന് മുകളിൽ കയറിപ്പറ്റുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. അതിമനോഹരമായ വ്യൂ പോയിന്റ് ആണെന്ന് പറഞ്ഞാണ് അബ്ദുൾ ഞങ്ങളെ ഈ മലയുടെ മുകളിലേക്ക് കയറ്റിവിട്ടത്. മാർസ് അല്ലെങ്കിൽ ചൊവ്വ ഗ്രഹത്തിന്റെ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള വിശാലമായ ഒരു പ്രദേശം കാണാൻ സാധിക്കുന്ന വാദി റമ്മിലെ ഒരു വ്യൂ പോയിന്റ് ആണ്. പാറമരങ്ങൾ എന്നാണ് ഈ മൗണ്ടൻസിനെ വിശേഷിപ്പിക്കുന്നത്. പാറകളുടെ രൂപങ്ങളും വൈവിധ്യമാർന്ന നിറങ്ങളും ചൊവ്വ ഗ്രഹത്തിന് സമാനമാണ്. ആൾ താമസമില്ലാത്തതും ചുവന്ന മണലും വളരെ കുറച്ചു മാത്രം കാണുന്ന മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഒരു ചൊവ്വ ഗ്രഹത്തിന്റെ അനുഭവം നമുക്ക് തരുന്നു. മുകളിലേക്ക് ഈസിയായി കയറി പോകുവാൻ പറ്റുന്ന തരത്തിലുള്ള പാറകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എക്കോ അഡ്വഞ്ചർ ടൂറിസം എന്ന് ഇതിനെ വിളിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ചുവന്ന മണൽത്തിട്ടകളും ചുറ്റുപാടും വ്യാപിച്ചു കിടക്കുന്ന ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും എല്ലാം ചേർന്ന് അന്യഗ്രഹ ജീവികളുടെ വാസസ്ഥലം പോലെ തോന്നിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അടുത്ത കാറ്റിൽ മറഞ്ഞു പോകും എന്നറിയാമെങ്കിലും ഞങ്ങളുടെ എല്ലാം കാൽപാദം ആ മലയുടെ മുകളിൽ പതിപ്പിച്ച് ഒരു ഫോട്ടോയും എടുത്താണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്. ചെറിയ ശബ്ദങ്ങൾ പോലും ഈ പ്രദേശത്ത് ശക്തമായ എക്കോ അനുഭവപ്പെടുത്തും. വലിയ പാറക്കെട്ടുകൾ ശബ്ദ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുകയും തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നതിനാലാണ് ഇതെന്ന് കുട്ടികൾ പറഞ്ഞു. അങ്ങനെ മാർസിന്റെ അനുഭവം തരുന്ന കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. പ്രധാനമായും 4 തരത്തിലാണ് വാദി റമ്മിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക. കൂടുതൽ ദിവസങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യവും സമയവും ഉണ്ടെങ്കിൽ നടന്നും കുതിരപ്പുറത്തും ക്യാമൽ റൈഡ് ആയിട്ടുമെല്ലാം കാഴ്ചകൾ കണ്ടു നടക്കാം. ഞങ്ങളുടേതുപോലെ ജീപ്പ് ടൂർ ആണ് അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. വാദി റമ്മിലൂടെ യാത്ര ചെയ്യാനെടുക്കുന്ന സമയവും കിലോമീറ്ററും സൈറ്റുകളുമാണ് വില നിർണ്ണയിക്കുക. കുതിരപ്പുറത്തും ഒട്ടകത്തിന്റെ പുറത്തും നടന്നും എല്ലാം യാത്ര ചെയ്യുന്നവരെ ഞങ്ങൾ ഇതിനിടയിൽ കണ്ടുമുട്ടി. ഹൈക്കിങ്ങും ട്രക്കിങ്ങും എല്ലാം ഇവിടുത്തെ വിനോദങ്ങളാണ്. അടുത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ലോറൻസ് ഹൗസ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. കല്ലുകൾ ചതുരാകൃതിയിൽ കൊത്തിയെടുത്ത് ഒന്നിനു മേലെ ഒന്നായി അടുക്കി വെച്ച് നെബറ്റിയൻസ് ആണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും ടി ലോറൻസ് ഇവിടെ താമസിച്ചിട്ടുള്ളതിനാലാണ് ഈ പേര് ഇതിന് ലഭിച്ചത്. 1-ാം ലോക മഹായുദ്ധ കാലത്ത് അറബ് പോരാളികൾക്കൊപ്പം ലോറൻസ് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ചരിത്രം. കല്ലിനു മേലെ കല്ലുകൾ അടുക്കി ബാലൻസ് ചെയ്തു വെച്ച് ഇതുപോലെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാക്കുക എന്നത് യാത്രക്കാരുടെ ഒരു വിനോദമാണെങ്കിൽ കൂടി അതിനു പിന്നിൽ പല വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട്. നെബറ്റിയൻസിനെ സ്മരിക്കുന്ന ഒരു പുനർസൃഷ്ടി അല്ലെങ്കിൽ കോമെമറേഷൻ ആണ് 1-ാമത്തേത്. യാത്രയുടെ ഓർമ്മകളിൽ ഏറ്റവും വലിയ ഒന്നാണ് ഇതിന്റെ നിർമ്മാണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആൾട്ടർ ഓഫ് സ്റ്റോൺസ് മാറാറുണ്ട്. ഞാൻ ഒരു വലിയ സ്ട്രക്ചർ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികളും അബ്ദുളും എല്ലാവരും വന്ന് സഹായിച്ചത് സോഷ്യലൈസേഷന്റെയും യൂണിറ്റിയുടെയും ഭാഗമായി മാറി. സെൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് പ്രകാരം ക്ഷമയുടെയും കോൺസെൻട്രേഷന്റെയും മൈൻഡ്ഫുൾനെസിന്റെയും ഭാഗമായുള്ള സെൻ ടവർ എന്ന പേരിൽ ഇത് നിർമ്മിക്കാറുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുട്ടികൾ അതിലും വലിയ പ്രകൃതി സ്നേഹികളായി മാറി. ലോറൻസ് ഹൗസിൽ നിന്നും ഞങ്ങൾ പോയത് ചൊവ്വ ഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ്. അബ്ദുൾ തകൃതിയിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ദൂരെ കാണുന്ന ക്യാമ്പിൽ നിന്നും നടന്ന് ഈ മലമുകളിൽ കയറാൻ എത്തിയ ഒരു കപ്പിളിനെയും ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടു.
ഒരാൾ പാറയുടെ മറവിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അടുത്തയാൾ മടുത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അബ്ദുൾ ആ മലയുടെ മുകളിൽ നിന്നും വണ്ടി ഓടിച്ചിറക്കുന്നത് എന്നോട് ഷൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വാദി റമ്മിലെ ഒരു പ്രത്യേകതയാണ് ഈ പിക്കപ്പിന് പുറകിലിരുന്നുള്ള യാത്ര. അബ്ദുളിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും വാദി റമ്മിലെ മറ്റു വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചൂടിന് ശക്തി കൂടി വരുന്നു. മണലിൽ ചവിട്ടാൻ സാധിക്കാത്ത വിധം പൊള്ളുകയാണ്. വാദി റമ്മിലെ ജീപ്പ് സഫാരി ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. കാരണം ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ കാഴ്ചയുടെ ആസ്വാദനം വർദ്ധിക്കുന്നത്. മറ്റു ഡിസേർട്ട് ഡ്രൈവിൽ നിന്നും വാദി റമ്മിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണമെങ്കിലും ഭൂമിയിലെ എല്ലാവിധ ധാതുക്കളും ഇവിടെയുള്ളതായി കണക്കാക്കപ്പെടുന്നു. ചുവപ്പിന്റെ തിളക്കമാണ് വാദി റം മരുഭൂമിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആവാം വാലി ഓഫ് ദ മൂൺ എന്നും ഇവിടം അറിയപ്പെടുന്നത്. പോകുന്ന വഴിയിൽ ഒട്ടകങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും മലയുടെ താഴ്വാരങ്ങളിൽ ക്യാമ്പുകളും ബെദുവിൻ ടെന്റുകളും എല്ലാം കാണാൻ സാധിക്കും. അല്പസമയത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് ഉംഫ്രൗത്ത് റോക്ക് ബ്രിഡ്ജിലാണ്. അതിന് മുകളിലേക്ക് നമുക്ക് കയറി പോകാമെങ്കിലും അതല്പം റിസ്ക് ഉള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയാണ്. 15 മീറ്റർ ഉയരത്തിലുള്ള ഈ നാച്ചുറൽ ബ്രിഡ്ജ് ഫോട്ടോഗ്രാഫേഴ്സിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാദി റമ്മിലെ ഒരു സ്ഥലമാണ്. അക്രോഫോബിയ, തലകറക്കം, വെർട്ടിഗോ എല്ലാം ഉള്ളവർ മുകളിലേക്ക് കയറാതിരിക്കുന്നതാണ് നല്ലത്. മുകളിലുള്ള നാരോ ബ്രിഡ്ജ് കൗതുകമുണ്ടാക്കുന്നതാണെങ്കിലും ഹാൻഡ് റെയിൽസും സപ്പോർട്ടും ഒന്നുമില്ലാത്തതിനാൽ ഉള്ളിൽ ഒരു ഭയം ഉളവാക്കുന്നു. ഷൈബിക്കും ജുവലിനും പകുതി വരെ എത്താനേ സാധിച്ചുള്ളൂ. മുകളിൽ കയറിയില്ലെങ്കിൽ പോലും പ്രകൃതിയുടെ കരവീരത ആസ്വദിക്കുവാൻ താഴെ നിന്ന് സാധിക്കും. മുകളിൽ ചെന്നപ്പോൾ വൃക്ഷാസനത്തിൽ ഒരു ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം. വലിയ ഗൈഡൻസോ സേഫ്റ്റി ഗിയേഴ്സോ ഹൈക്കിംഗ് മെറ്റീരിയൽസോ ഒന്നും വേണ്ട ഇവിടെ കയറുവാൻ എന്നുള്ളതാണ് ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത. ജെഫിനും ജെറിലും ഓടിക്കയറുകയും ചാടി ഇറങ്ങുകയും ചെയ്തെങ്കിലും ജെയ്ഡനെ കയറ്റുകയും ഇറക്കുകയും ചെയ്തത് ഒരു ചലഞ്ചിങ് ജോബ് ആയിരുന്നു. പേടിയൊന്നുമില്ലാതെ അവൻ ബ്രിഡ്ജ് വരെ കയറി എന്നുള്ളത് തന്നെ എന്നെ ആശ്ചര്യപ്പെടുത്തി. കയറി പോകുന്ന അത്ര എളുപ്പത്തിൽ ഇറങ്ങി വരാൻ സാധിക്കില്ല എന്ന് അവന് മനസ്സിലായി. ഈ പ്രദേശത്ത് പല രൂപത്തിലുള്ള പാറകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ റോക്ക് ഫോർമേഷൻസ് നാച്ചുറലായി ഉണ്ടാകുന്നതുമാണ്. കാറ്റും മഴയും എല്ലാം പാറയുടെ സോഫ്റ്റ് പാർട്സിനെ തെറിപ്പിച്ചു കൊണ്ടുപോവുകയും ഹാർഡർ റോക്സിനെ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ഷേപ്പുകളിൽ പാറ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ പാറകളുടെ എല്ലാം ഷേപ്പ് ചേഞ്ച് ആകുവാനും സാധ്യതയുണ്ട്. പ്രധാനമായും 3 റോക്ക് ബ്രിഡ്ജുകളാണ് ഇവിടെയുള്ളത്. ബുർദ റോക്ക് ബ്രിഡ്ജ്, ലിറ്റിൽ റോക്ക് ബ്രിഡ്ജ് എന്നിവയാണ് മറ്റു 2 ബ്രിഡ്ജുകൾ. ഇതിനു മുമ്പുള്ള വാദി റം പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബെദ്വിൻ ടെന്റുകൾ എല്ലാ പ്രധാന വ്യൂ പോയിന്റുകളിലും ഡെസ്റ്റിനേഷനുകളിലും കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകളായി വാദി റമ്മിൽ താമസിക്കുന്നവരാണ് ബെദ്വിൻ നിവാസികൾ എന്നറിയപ്പെടുന്നത്. അവരുടെ ആതിഥ്യ മര്യാദയും ജീവിത രീതിയും എല്ലാം കാണിച്ചു തരുന്നതിനൊപ്പം യാത്രക്കിടയിൽ ചായ കുടിക്കാനും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാമുള്ള സൗകര്യം ഈ ബെദ്വിൻ ടെന്റുകളിലുണ്ട്. അല്പനേരം അവർ വിശ്രമിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. ജെറിലും ജെഫിനും എന്തിനെയോ ഫോളോ ചെയ്യുന്നത് കണ്ടാണ് ജെയ്തൻ ഓടി വന്നത്. മരുഭൂമിയിൽ ഒത്തിരി ഇഴജന്തുക്കളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനും ആശ്ചര്യത്തോടെ ചെന്ന് നോക്കി. അതൊരു ഉറുമ്പായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഈ റോക്കിന്റെ പേര് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് ചാടുമ്പോൾ മഷ്റൂം റോക്കിന്റെ മുകളിൽ നിൽക്കുന്ന പ്രതീതിയിലുള്ള ഒരു ഫോട്ടോ എടുക്കുക എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മഷ്റൂം റോക്ക് കണ്ടപ്പോഴാണ് കുട്ടികൾ മരുഭൂമിയിലെ ഒരു എക്സ്പെരിമെന്റിലേക്ക് പോയി. Oh my god! Oh shit! Oh, then let's make big. Dera nipra illa. Ay.
ആ പുറകിൽ കാണുന്ന മഷ്റൂം റോക്കിന്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. Wait, no, wait. മഷ്റൂം റോക്കിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. Okay, enough. നൂറ്റാണ്ടുകളായി ഈ കൂറ്റൻ പാറ ഏൽക്കേണ്ടി വന്നിട്ടുള്ള കാറ്റും മഴയും മൂലം അതിന്റെ അടിത്തട്ടിലുള്ള പാറയുടെ മൃദുവായ പാളികൾ അടർന്നു പോയതുകൊണ്ട് ഈ ഒരു രൂപത്തിലേക്ക് വന്നതാണ്. Let's try pouring some. ഈ മണൽക്കല്ലുകൾ കൂടാതെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ കരിങ്കല്ലുകളും ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അബ്ദുൾ ഒരു ടൂറിസ്റ്റ് ഗൈഡിനും ഡ്രൈവറിനും പുറമെ നല്ല ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഇവിടുത്തെ ബദ്വിൻ ടെന്റിനോട് ചേർന്ന് ടൂറിസ്റ്റുകൾക്ക് വോളിബോൾ കളിക്കുവാനുള്ള സൗകര്യവും അവർ ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്ത് തണലുള്ള ഒരേ ഒരു സ്ഥലം ആ മഷ്റൂം റോക്കിന്റെ അടിഭാഗത്താണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചാടുന്ന ഒരു ഫോട്ടോയൊക്കെ എടുത്ത് മഷ്റൂം റോക്കിനോടും വിട പറഞ്ഞു. പിന്നീട് ഞങ്ങൾ എത്തിയത് ബുറാ കാനിയോൺ എന്ന സ്ഥലത്താണ്. ഒരു നാടകീയ രീതിയിൽ ചുറ്റി നിൽക്കുന്ന പാറമലകളുടെ നടുവിലുള്ള മണലാരണ്യമാണ് ഇവിടുത്തെ പ്രത്യേകത. 12 മണിയായപ്പോഴേക്കും ചൂട് അതികഠിനമായി. തിരിച്ച് വിസിറ്റർ സെന്ററിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. വിശപ്പും വിളിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം അതിമനോഹരമായ കാഴ്ചകൾ, വ്യത്യസ്ത ഷേപ്പിലുള്ള പാറകൾ, ഇറങ്ങി കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആഗ്രഹം തോന്നിപ്പോകും. ഇത് ഒന്നിച്ചു നിൽക്കുന്ന ഒരു വലിയ പാറയാണെങ്കിൽ കൂടി അതെല്ലാം വ്യത്യസ്ത ചെറിയ ചെറിയ പാളികളായിട്ടാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പാറമലകളെ മണൽക്കല്ലുകൾ അല്ലെങ്കിൽ സാൻഡ്സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. ചില പാറകളാകട്ടെ ഉയരത്തിൽ കുത്തനെ നിൽക്കുന്ന മതിലുകൾ പോലെയാണ്. അവിടെ ആ ഹോള് പോലെ കാണുന്നത് ഒരു പാറയുടെ പാളിക്കുള്ളിൽ കാണുന്ന മറ്റൊരു പാറയാണ്. വാദിറം മരുഭൂമി പ്രകൃതിയുടെ അത്ഭുതകരമായ കളിത്തൊട്ടിലാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി തന്നെ കടഞ്ഞെടുത്ത വിവിധതരം രൂപസാദൃശ്യങ്ങൾ പല നിറങ്ങളിൽ ഉയർന്നു നിൽക്കുന്നു. ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് പ്രകൃതിയുടെ വൈഭവം നേരിട്ട് കാണാൻ സാധിച്ചത് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. വിസിറ്റേഴ്സ് സെന്ററിൽ നിന്നും ഭക്ഷണവും കഴിച്ച് അവിടെ ചിത്രീകരിച്ച മൂവി പോസ്റ്ററിന്റെ ഫോട്ടോയും എടുത്ത് വാദിറം വില്ലേജിലൂടെ ഒരു ഡ്രൈവും നടത്തി ഞങ്ങൾ വാദിറമ്മിൽ നിന്നും യാത്രയായി.